കിഫ്ബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വി.ഡി. സതീശൻ സർക്കാരിന്റെ ധവളപത്രം. കിഫ്ബി പ്രവർത്തിച്ചത് സമാന്തര സർക്കാരിനെ പോലെയാണ്. കിഫ്ബി 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടാക്കി. കിഫ്ബി പൊളിച്ചെഴുതണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബിയുടെ അടിസ്ഥാന ആശയം ഇപ്പോൾ ദുർബലമായി എന്നാണ് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. കിഫ്ബിയുടെ കടബാധ്യതകൾ സംസ്ഥാനത്തിന്റെ കടബാധ്യതയായി കണക്കാക്കപ്പെട്ടു. കിഫ്ബിയുടെ വായ്പാ ചെലവ് സർക്കാർ നേരിട്ട് വായ്പയെടുത്തതിലും കൂടുതലാണ്. പദ്ധതിയുടെ വിതരണത്തിൽ രാഷ്ട്രീയ മുൻഗണനയുണ്ടായി. കിഫ്ബിയിൽ അടിമുടി ഉടച്ചുവാർക്കലാണ് കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്യുന്നത്. 21,000 കോടി രൂപയുടെ ബാധ്യതയാണ് കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കിഫ്ബിയുടെ ബാധ്യതകൾ നിറവേറ്റുക, സ്ഥാപനത്തിന്റെ പ്രൊഫഷണലിസം നിലനിർത്തുക, നിയമപരമായ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ധവളപത്രം മുന്നോട്ട് വെക്കുന്നത്. കിഫ്ബി പ്രവർത്തിച്ചത് ഇരട്ട സർക്കാരിനെ പോലെയാണ്. അത് സർക്കാരിനുണ്ടാക്കിയത് ഗുരുതര സാമ്പത്തിക ബാധ്യതയാണ്. കിഫ്ബി പദ്ധതിയുടെ 50% 3 ജില്ലകളിലാണ് ഒതുങ്ങിയത്. കണ്ണൂർ ജില്ലയിൽ 20%, തിരുവനന്തപുരം ജില്ലയിൽ 17%, എറണാകുളം ജില്ലയിൽ 11%മാണ് പദ്ധതികൾക്കായി ചെലവഴിച്ചത്. സർക്കാർ സംവിധാനത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥനായിട്ടും കെ.എം. എബ്രഹാമിന് അമിതാധികാരം നൽകിയെന്നും ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടത്, ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിനു ശേഷം. മസാല ബോണ്ടിനായി ഇറക്കിയ 11 കോടി രൂപ അധിക ചെലവാണ്. എന്നാൽ ഇത് ഓഡിറ്റിന് നൽകിയില്ലെന്ന കുറ്റപ്പെടുത്തലും ധവളപത്രത്തിലുണ്ട്. കൺസൾട്ടൻസി സേവനങ്ങൾക്ക് CMD വഴി വൻതുക കൈമാറിയതിൽ സമഗ്ര പരിശോധന വേണമെന്ന ശുപാർശയോടെയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഭാഗം അവസാനിപ്പിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.